നമ്മളെ ഭരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാരുടെ ശമ്പളം എത്രയാണ്? MLA മാരുടെ ശമ്പളം എത്രയാണ്? ഇവർക്കെല്ലാം കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ അലവൻസാണ് ഇവർക്ക് കിട്ടുന്നത്? TA എത്ര മാത്രമാണ്? എത്ര നാൾ ഭരിച്ചാലാണ് ഇവർക്ക് പെൻഷൻ കിട്ടുന്നത്? ഇവർക്ക് കിട്ടുന്ന പെൻഷൻ എത്രമാത്രമാണ്? കൂടുതൽ വർഷം ഭരിച്ചാൽ ഇവർക്ക് കൂടുതൽ പെൻഷൻ കിട്ടുമോ? മന്ത്രിമാരിൽ തന്നെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരുടെ പ്രത്യേകത എന്താണ്? ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ക്യാബിനറ്റ് പദവി കിട്ടുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പലർക്കും അറിയാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ. നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാം. മന്ത്രി അതിപ്പോൾ ഏത് വകുപ്പിൽപ്പെട്ട മന്ത്രിയാണെങ്കിലും എല്ലാ മന്ത്രിമാർക്കും ഒരേ ശമ്പളമായിരിക്കും. അത് 97,429 രൂപയാണ്. അതേസമയം MLAയുടെ ശമ്പളം 70,000 രൂപയാണ്. ഒരു മന്ത്രി MLA കൂടി ആയിരിക്കുമല്ലോ. പക്ഷേ മന്ത്രിക്കുള്ള ശമ്പളം മാത്രമേ മന്ത്രിക്ക് കിട്ടത്തുള്ളൂ. MLAയുടെ ശമ്പളം പ്രത്യേകമായിട്ട് കിട്ടില്ല. മന്ത്രിമാർക്കും MLA മാർക്കുമൊക്കെ അസംബ്ലി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും, കമ്മിറ്റി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും. അങ്ങനെ പങ്കെടുക്കുന്നതിന് ഒരു ദിവസം 1000 രൂപ അവർക്ക് അലവൻസ് കിട്ടും. ഇനിയിപ്പോൾ ആ മീറ്റിങ്ങൊക്കെ നടക്കുന്നത് കേരളത്തിന് വെളിയിലാണെങ്കിൽ 1200 രൂപ കിട്ടും. മിനിസ്റ്റേഴ്സിന് താമസിക്കാനായി പ്രത്യേകമായി ബംഗ്ലാവുകളുണ്ട്. പക്ഷേ എല്ലാ മിനിസ്റ്റേഴ്സിനും അത്തരം ബംഗ്ലാവ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ബംഗ്ലാവ് കിട്ടാത്ത മന്ത്രിമാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റായിട്ടുള്ള വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന മന്ത്രിമാരുമുണ്ട്. ഒരു ബംഗ്ലാവ് കിട്ടിയാലും വെളിയിലുള്ള ഒരു പ്രൈവറ്റ് വീട് വാടകയ്ക്കെടുത്താലും അവിടെയുള്ള സകല ചെലവുകളും നോക്കുന്നത് സർക്കാരാണ്. ടെലഫോൺ ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, എല്ലാ ബില്ലും സർക്കാർ അടയ്ക്കും. MLA മാർക്ക് അത്തരം ബംഗ്ലാവുകളൊന്നുമില്ല. പക്ഷേ അവർക്ക് MLA ക്വാർട്ടേഴ്സ് ഉണ്ട്. എന്നാൽ അതിന് വാടക കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭീമമായിട്ടുള്ള ഒരു തുകയൊന്നുമല്ല വാടക. വാടക പേരിന് മാത്രമാണ്. 25 രൂപ മുതൽ 40 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. 25 എന്ന് പറഞ്ഞത് 25,000-ഓ 2.5 ലക്ഷമോ ഒന്നുമല്ല, വെറും 25 രൂപ മുതൽ 40 രൂപ വരെ. പെരിയാർ, നിള, പമ്പ തുടങ്ങിയ പേരിലൊക്കെ MLA മാർക്ക് ഫ്ലാറ്റുമുണ്ട്. ഫ്ലാറ്റ് ആകുമ്പോൾ കുറച്ച് പൈസ കൂടും. 200 രൂപ മുതൽ 400 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. നമ്മുടെ MLA മാർക്കെല്ലാം, അതായത് മന്ത്രിമാരുൾപ്പെടെ വരുന്ന MLA മാർക്കെല്ലാം അസംബ്ലി ക്യാൻറ്റീനുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചാൽ ഉറപ്പായിട്ടും പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ പൈസ പേരിന് മാത്രമേ ഉള്ളൂ. വളരെ വളരെ കുറഞ്ഞ നിരക്ക് മാത്രമാണ് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും. ജൂൺ മാസം 15-ാം തീയതി മുതൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി KSRTC ഉപയോഗിക്കാം. പക്ഷേ വർഷങ്ങളായി തന്നെ MLA മാർക്ക് ഇതേ സൗജന്യം തന്നെ ഉണ്ട്. പക്ഷേ അതിൽ എത്രമാത്രം MLA മാർ ആ സൗജന്യം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. അത്തരത്തിൽ KSRTC ഉപയോഗിക്കുന്ന ഏതെങ്കിലും MLA മാരെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന MLA മാരെ നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. മറ്റാളുകൾക്ക് അതൊരു പുതിയ അറിവായിരിക്കും. KSRTC യാത്ര ചെയ്യാൻ മടിയാണെങ്കിലും പേടിക്കണ്ട. നിങ്ങൾക്കൊരു പ്രൈവറ്റ് വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് പെട്രോൾ അടിക്കാനുള്ള പൈസ സർക്കാർ തരും. ഒരു വർഷത്തേക്ക് 4 ലക്ഷം രൂപയുടെ കൂപ്പണായിരിക്കും കിട്ടുക. ആ 4 ലക്ഷം രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ കുറച്ച് പൈസ വേണമെങ്കിൽ പെട്രോൾ അടിക്കാനായിട്ട് ഉപയോഗിക്കാം. ബാക്കി പൈസ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ റെയിൽവേയിലൂടെ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ ഇവരുടെ ഭാര്യമാരുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാകും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പാനിയൻ കാണും. അവർക്കും ഈ സൗജന്യം ബാധകമാണ്. എത്ര വേണമെങ്കിലും പുസ്തകം മേടിച്ച് വായിക്കാം. അതിനുള്ള പൈസയും സർക്കാർ തരും. അതിനൊരു അപ്പർ സ്ലാബുണ്ട്. ഒരു വർഷം 15,000 രൂപയ്ക്ക് മുകളിൽ പുസ്തകം മേടിക്കാനായിട്ട് ചിലവഴിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ MLA മാർക്കും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക്, അതായത് അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇവർക്കെല്ലാവർക്കും സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ചികിത്സ കിട്ടും. അതായത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ഇവർക്ക് കിട്ടും. ഇനി കുറച്ചധികം പണം പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും അന്വേഷിച്ച് പോകണ്ട, ഇവർക്ക് ലോൺ കിട്ടും. അതിൻ്റെ പലിശ വളരെ വളരെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് 0% എന്ന് പോലും പറയാൻ കഴിയും. ഇവർക്ക് പരമാവധി ലോണായിട്ട് എടുക്കാൻ സാധിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. കാറ് മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവർക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെ ലോണായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഓൾറെഡി ഉള്ള വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട് പണിയാനോ ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി 20 ലക്ഷം രൂപ ലോണായിട്ട് കിട്ടും. മിനിസ്റ്റർമാരെ MLA-മാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. അത് അവരുടെ കൊടിവെച്ച കാറാണ്. MLA ആണെങ്കിൽ
സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള കാർ കിട്ടില്ല. പക്ഷേ മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർ കിട്ടിയിരിക്കും. ആ മിനിസ്റ്ററിന് പ്രത്യേകമായിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നമ്പരും കാണും. 1-ാം നമ്പർ കാർ, 10-ാം നമ്പർ കാർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പറാണ് ഈ 1ഉം 10ഉം ഒക്കെ. ആ വാഹനം അത് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ വാഹനമാണ്. അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അത് പൂർണ്ണമായിട്ടും സർക്കാർ തന്നെയാണ് പേ ചെയ്യുന്നത്. പക്ഷേ MLA ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു വാഹനം കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊരു വാഹനം മേടിക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വാഹനം നിങ്ങളുടെ MLA വാഹനമായിട്ട് ഉപയോഗിക്കാം. അവിടെ 4 ലക്ഷം രൂപയുടെ കൂപ്പണാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഈ 4 ലക്ഷം രൂപയുടെ കൂപ്പൺ ഉപയോഗിച്ചിട്ട് അവർക്ക് 1 വർഷത്തേക്ക് പെട്രോൾ അടിക്കാം. അതായത് 5 വർഷം MLA ആണെങ്കിൽ 4 × 5 20 ലക്ഷം രൂപയാണ് ഇവർക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം കിട്ടുന്നത്. ഓരോ മിനിസ്റ്ററെയും സേവിക്കാനായി 25 പേരുണ്ടായിരിക്കും. ആ 25 പേരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്ററിൻ്റെ പാർട്ടിയാണ്. അവർ സർക്കാർ ജീവനക്കാരനാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പാർട്ടിയുമായിട്ട് അടുത്ത് ഇടപെടുന്ന ആളുകളോ പാർട്ടി പ്രവർത്തകരോ ഒക്കെ ആയിരിക്കും ഈ 25 പേര്. ഈ 25 പേരിൽ ഒന്നാമനായി വരുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പേഴ്സണൽ അസിസ്റ്റൻസ് ഒരുപാട് പേരുണ്ടായിരിക്കും, ക്ലർക്കുമാരുണ്ടായിരിക്കും, ടൈപ്പിസ്റ്റുകളുണ്ടായിരിക്കും, ഡ്രൈവർ ഉണ്ടായിരിക്കും. ഇവർക്കെല്ലാവർക്കും ശമ്പളം കിട്ടും. കൂടാതെ പെൻഷനുമുണ്ട്. പെൻഷൻ ഇവർ 2.5 വർഷം തുടർച്ചയായിട്ട് ആ സ്ഥാനത്തിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. 2.5 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി 2.5 വർഷം കൂടുന്തോറും ഒരു റൊട്ടേഷൻ സമ്പ്രദായം ഈ അടുത്ത കാലത്തായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളായിരിക്കും ഈ 25 പേരിൽ പെടുന്നത്. 2.5 വർഷം കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അവരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് പുതിയ ആളുകളെ പാർട്ടി റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ അവർക്കും 2.5 വർഷം കഴിയുമ്പോൾ പെൻഷൻ കിട്ടുമല്ലോ. ആജീവനാന്ത കാലമാണ് ഈ പെൻഷൻ കിട്ടുന്നത്. പ്രൈവറ്റ് സെക്രട്ടറിക്കും പേഴ്സണൽ അസിസ്റ്റൻറ്റിനും മറ്റ് ജീവനക്കാർക്കും ഒക്കെ കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന പെൻഷനെക്കുറിച്ചും ഒക്കെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ശമ്പളത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. MLA മാർക്കും പെൻഷനുണ്ട്. 2 വർഷത്തിൽ താഴെ മാത്രമാണ് അവർ MLA ആയിട്ട് ഇരുന്നതെങ്കിൽ അവർക്ക് ഒരു മാസം 8,000 രൂപ വെച്ച് പെൻഷൻ കിട്ടും. എന്നാൽ 3 വർഷം അവർ ഇരുന്നിട്ടുണ്ടെങ്കിൽ 12,000 രൂപയായിരിക്കും പെൻഷൻ. 4 വർഷം ഇരുന്നിട്ടുണ്ടെങ്കിൽ 16,000 രൂപ പെൻഷൻ. 5 വർഷം ഇരുന്നിട്ടുണ്ടെങ്കിൽ 20,000 രൂപ പെൻഷൻ. ചില ആളുകൾക്ക് ഒരുപാട് തവണ MLA ആകാനായിട്ട് കഴിയും. അപ്പോൾ 5 വർഷമൊന്നുമല്ല, 6, 7, 10, 15, ചിലപ്പോൾ 20 വർഷമോ അല്ലെങ്കിൽ 30, 35 വർഷമോ ഒക്കെ MLA ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള ഇൻക്രിമെൻറ്റും കിട്ടുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാലുള്ള ഓരോ അഡീഷണലായിട്ടുള്ള വർഷത്തിനും ഇവർക്ക് 1000 രൂപ വെച്ച് കിട്ടും. ഉദാഹരണത്തിന് 5 വർഷം MLA ആയിരുന്ന വ്യക്തിക്ക് കിട്ടുന്നത് 20,000 രൂപ പെൻഷനാണ്. എന്നാൽ അയാൾ 1 വർഷം കൂടെ അഡീഷണലായിട്ട് MLA ആയിട്ടിരുന്നിട്ടുണ്ട്. അതായത് വേറൊരു തിരഞ്ഞെടുപ്പിലൂടെ 1 വർഷം കൂടെ MLA ആയിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 20,000ൻ്റെ കൂടെ ഒരു 1000 രൂപ കൂടെ കിട്ടും. അതങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകത്തൊന്നുമില്ല. അതിനൊരു അപ്പർ സ്ലാബുണ്ട്. അത് 50,000 രൂപയാണ്. 50,000 രൂപയ്ക്ക് മുകളിലൊരു തുക ഒരിക്കലും ഒരു MLAക്ക് പെൻഷനായിട്ട് കിട്ടില്ല. എല്ലാ ex-MLA മാർക്കും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അതുകൂടാതെ പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് കൂടെ പെൻഷൻ്റെ കൂടെ കിട്ടും. ഉദാഹരണത്തിന് 70 വയസ്സിന് മുകളിൽ ഒരു MLAക്ക് പ്രായമായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ്റെ കൂടെ 3,000 രൂപ കൂടി അഡീഷണൽ അലവൻസ് ആയിട്ട് കിട്ടും. ഓരോ മാസവും ഇങ്ങനെ 3,000 അഡീഷണൽ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് 80 വയസ്സായി കഴിഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഓരോ മാസവും അധികമായിട്ട് 3,500 രൂപ കിട്ടും. ഇനി നമുക്ക് ക്യാബിനറ്റ് പദവി എന്താണെന്ന് നോക്കാം. ഒരുപാട് മന്ത്രിമാരുണ്ടായിരിക്കും, പക്ഷേ എല്ലാ മന്ത്രിമാർക്കും ക്യാബിനറ്റ് പദവി ഉണ്ടാകില്ല. ഹോം മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ, ഇത്തരം സുപ്രധാനമായിട്ടുള്ള റോളുകൾ നിർവഹിക്കുന്ന മന്ത്രിമാർക്ക് മാത്രമാണ് ക്യാബിനറ്റ് പദവി കിട്ടുന്നത്. വളരെ നിർണായകമായിട്ടുള്ള സംസ്ഥാനത്തെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാ മന്ത്രിമാരെയും എല്ലാ MLA മാരെയും വിളിച്ചു വരുത്തിയിട്ടല്ല, ക്യാബിനറ്റ് മാത്രം വിളിച്ചു വരുത്തിയിട്ടാണ്. അവിടെ പങ്കെടുക്കുന്നത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ മാത്രമാണ്. MLA മാരുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ സാലറിയും അലവൻസും ഒക്കെ അറിഞ്ഞില്ലേ? ഇനി നിങ്ങൾ ഈ ചാനലിലൂടെ എന്തറിയാനാണ് ആഗ്രഹിക്കുന്നത്? താഴെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യൂ.
നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.